ഞാൻ ഇവിടെ 9ാമത്തെ മോളാണ് ഇവിടെ തെങ്ങുതോട്ടത്തിലെ. എൻ്റെ ഏത് 2 ആൾ, ഒരു മോനും ഒരു മോളും മാത്രമേ ഉള്ളൂ. എനിക്ക് 5 കുട്ടികളാണുള്ളത്. എൻ്റെ മോനാണ് ആരിഫ്. ആരിഫിൻ്റെ മോനാണ്. പിന്നെ 4 പെൺകുട്ടികളാണുള്ളത്. 4 ആളെയും കല്യാണമൊക്കെ കഴിച്ച് എല്ലാവർക്കും കുട്ടികളൊക്കെ ആയി. അൽഹംദുലില്ലാ നല്ല സന്തോഷത്തോടുകൂടെ ജീവിച്ചു പോകുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക. കുട്ടികളൊക്കെ സാലിയായ മക്കളാക്കി നമുക്കെല്ലാവർക്കും ഉപകരിക്കുന്ന നാളെ ഇന്നലും ദുനിയാവിലും നാളെ പരലോകത്ത് ഉപകാരമുള്ള മക്കളാക്കി നമ്മളെ ആക്കി തരട്ടെ. അല്ലാത്ത മക്കളില്ലേ? 4 പെൺകുട്ടികളുണ്ട്. അവരെ കുറിച്ച് പറയുന്നാല് ഓരൊക്കെ സുഖം തന്നെ എല്ലാവർക്കും. വിവരം പോരെ. മൂത്ത മോള് റിഹാനത്ത്, ഓക്ക് 3 കുട്ടികളുണ്ട്. ഓല് സൗദിയിലാണ്, ഓളും പുയ്യാപ്പിളയൊക്കെ. 2ാമത്തെ മോള് മാവൂര് തെങ്ങിൽക്കടവിലേക്ക് കല്യാണം കഴിച്ചത്. ഓക്ക് 3 കുട്ടികളുണ്ട്. ഓളെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടായിനി. പിന്നെ 2 ഇരട്ട കുട്ടികളാണുള്ളത്, 2 പെൺകുട്ടികൾ. എല്ലാവരെയും കല്യാണം കഴിച്ച എല്ലാവർക്കും സുഖം തന്നെ അൽഹംദുലില്ലാ. പിന്നെ നമ്മൾ പണ്ടേത്തെ കഥ പറയാന്നറിയാൻ വായിച്ചൊക്കെ ഉള്ള കാലത്ത് സ്കൂളൊന്നും പറഞ്ഞേക്കാനൊക്കെ ഭയങ്കര ഞാൻ സ്കൂളൊന്നും അങ്ങനെ പോയില്ല. അവിടെ മദ്രസ ഇനി സ്കൂളത്തെ മലയാളം പഠിപ്പിക്കലൊക്കെ. അപ്പോൾ കുറച്ചൊക്കെ പഠിച്ചപ്പോൾ എല്ലാ കുട്ടികളെയും സ്കൂളിൽ ചേർത്തിട്ടുണ്ടപ്പോൾ ഞാൻ കുറേ കരഞ്ഞ് എനിക്കിപ്പോഴും അറിയാം. നിലമൊക്കെ ഇങ്ങനെ കരിയോണ്ട് തേക്കുന്നതാണല്ലോ, നിലത്ത് കടന്ന് വെച്ച് ഞാൻ നല്ല കറുപ്പുള്ള ഒരാളെ ഇനി. എന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയിലുണ്ട് അത്, ചെറുതാണെങ്കിലും. പിന്നെ വായിച്ച് കൊണ്ടുപോയി ഇന്നേയും മെടുക്കേണ്ടിയില്ല. ഇവിടെ ജബ്ബാറല്ലേ, ജബ്ബാറിൻ്റെ അമ്മേനെ അതിൻ്റെ മുത്താപ്പൻ്റെ മോൻ്റെ മോളാണ്. അവളെയും കൊണ്ടുപോയി വായിച്ച് പൂളക്കോടി സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തി. പിന്നെ അങ്ങനെ 4ാം ക്ലാസ് വരെ അവിടെ പഠിച്ച്. എന്നിട്ട് പിന്നെ 5ാം ക്ലാസ്സിലേക്ക് പറഞ്ഞേക്കൂലെന്ന് ആരും പറഞ്ഞേക്കില്ല. പിന്നെ ഞാൻ തന്നെ പോയി ഒറ്റയ്ക്ക് പോയി സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങി. ഒന്നും സമ്മതിച്ചില്ല. പിന്നെ അപ്പോഴൊക്കെ കല്യാണം കഴിക്കുന്ന തിരക്കാ. 14ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചില്ലേ. പിന്നെ ഒന്നുമില്ല. പിന്നെ 21ാമത്തെ വയസ്സായപ്പോഴേക്ക് 5 കുട്ടികളും ഉണ്ടായി. പിന്നെ കുട്ടികളായിട്ട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ കാലം ദിവസം പോയി. പിന്നെ എങ്ങനെയൊക്കെ കുറേയൊക്കെ ഇങ്ങനെ പഠിച്ച് പോകുന്നുണ്ട് നമ്മളെ കഴിവിനനുസരിച്ചൊക്കെ. അതല്ല, എല്ലാവരും ഇൽമ് കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ. നാളെ പരലോകത്ത് നമ്മൾ എല്ലാവരും ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടി. പിന്നെ കുടുംബത്തിൻ്റെ കഥയൊന്നും വായിച്ച് അങ്ങനെ പറയലൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ അറിയൂല. അരീക്കോടത്തെ കുടുംബമൊന്നും പറഞ്ഞൊന്നും. ചെറുവാടിയിൽ നിന്ന് ഒരു ഇളയമ്മേൻ്റെ മോൻ വരലുണ്ട്, അതിനൊരു അത്രയമ്മ. അതെനിക്കൊരു ഓർമ്മ ഉണ്ട്, അല്ലാതെ എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. നിങ്ങളെ ബാക്കിയുള്ളവരൊക്കെ ജ്യേഷ്ഠന്മാർ, അഞ്ചന്മാര് അതൊക്കെ ഇവിടെ തന്നെ. ചെറിയ ആങ്ങളാണല്ലോ ഇവിടെ ഉള്ളത്. അത് പിന്നെ കുഞ്ഞാലിക്കാക്കപ്പം പറഞ്ഞില്ല, അതാ മൂത്താങ്ങളതാ. എല്ലാവരും എല്ലാം തരില്ല. അങ്ങനെ ഞങ്ങളിവിടെ അടുത്ത് തന്നെ. എന്നാൽ ശരി. അസ്സലാമു അലൈക്കും.